ഇറാനിലെ സാഹചര്യങ്ങൾ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളത് നിരീക്ഷിച്ച് വരികയുമാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനെയെ വധിക്കാനൊക്കെ ശ്രമമുണ്ട് എന്നുള്ള US-ൻ്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം വരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായ എന്ത് നീക്കവും ഒരു യുദ്ധപ്രഖ്യാപനം എന്നുള്ളൊരു പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അവിടുത്തെ പ്രസിഡന്റിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ട് ആ വിഷയം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അജിംസ്, എന്താണ് ഇറാനിൽ ശരിക്കും നടക്കുന്നത്? ഇറാനിൽ നടക്കുന്നത് വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ പതിറ്റാണ്ടുകളായിട്ട് ഉപരോധം നേരിടുന്ന ഒരു രാജ്യം. ഉപരോധം നേരിടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ എണ്ണ വിൽക്കാൻ കഴിയില്ല. അവർക്ക് ആകെയുള്ളത് എണ്ണയാണ്. അപ്പോൾ എണ്ണ വിൽക്കാൻ കഴിയാതാവുമ്പോൾ അവർ ബ്ലാക്ക് മാർക്കറ്റിലാണ് അത് വിറ്റുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവർക്ക് വേണ്ടത്ര വില കിട്ടില്ല. കൊടുക്കുന്ന എണ്ണയ്ക്ക് വില കിട്ടില്ല. കൃത്യമായി വിൽക്കാനും കഴിയില്ല. അവരുടെ റവന്യൂവിനെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ അവരുടെ ഇറാൻ റിയാലിൻ്റെ വില കുത്തനെ ഇടിയുന്നു. അവിടെ 40% വിലക്കയറ്റം. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഡബിൾ ഡിജിറ്റും കടന്ന് 40% വിലക്കയറ്റം. അങ്ങനെ വിലക്കയറ്റമുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ ഒരു സാധാരണ നിർമ്മാണ തൊഴിലാളിയുടെ ഒരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ, ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ $100 താഴെയാണ്. $100 എന്ന് പറഞ്ഞാൽ 10,000 രൂപ താഴെയാണ്. ഒരു മാസം 10,000 രൂപയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബത്തെ പറ്റി ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രമാത്രം ആളുകൾ ബുദ്ധിമുട്ടിലാണ്. ഈ ബുദ്ധിമുട്ടിന് കാരണം എന്താണ്? ഇവർക്ക് മേലുള്ള ഉപരോധമാണ്. അപ്പോൾ ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഉപരോധം നീക്കണമെങ്കിൽ എന്തൊക്കെ വ്യവസ്ഥകൾ വേണം? ഒന്ന്, ഇസ്രായേലിനെ അംഗീകരിക്കണം. ഇസ്രായേലിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് മാറ്റണം അവർ. അതാണ് പ്രധാനം. ഇസ്രായേലിന് വേണ്ടിയാണ് അവർ ഉപരോധം നേരിടുന്നത്. കാരണം ഇസ്രായേൽ വിരുദ്ധ ചേരികളെ മുഴുവൻ ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. അത് ഈ പ്രശ്നങ്ങൾക്കിടയിൽ അവർ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേണോ വേണ്ടോ എന്നുള്ളതാണ് ഒരു തർക്കത്തിനകത്ത്. മറ്റൊന്ന്, ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിക്കുക എന്ന് മാത്രമല്ല, മറ്റൊന്ന് അവർക്ക് ഉപരോധം ഇപ്പോൾ സമീപകാലത്ത് ഉപരോധം കൂടാനുള്ളൊരു കാരണം എന്താണ്? ഇവരുടെ കയ്യിൽ ആണവായുധമില്ല. ഇവർക്ക് ആണവശക്തിയുണ്ട്, ആണവായുധമില്ല. അപ്പോൾ ഇറാൻ്റെ സുപ്രീം ലീഡേഴ്സ് പറയുന്നത്, ഞങ്ങൾ ഐഡിയോളജിക്കലി ആണവായുധം ഉണ്ടാക്കില്ല, ഞങ്ങൾ ആണവായുധത്തിനെതിരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നത്. ആണവായുധം ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, ഞങ്ങൾ അതിനെതിരായതുകൊണ്ടാണ് ആണവായുധം ഉണ്ടാക്കുന്നതെന്നാണ്. പക്ഷേ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എന്താ പറയുന്നത്? അമൃതയ്ക്ക് മോഷണം നടത്താനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് നാളെ അമൃത എന്ത് ചെയ്യും? മോഷണം ചെയ്തേക്കാം, അതുകൊണ്ട് നിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും നിലപാട്. ആ നിലപാടിൻ്റെ ഭാഗമായി വലിയ സമ്മർദ്ദത്തെ തുടർന്ന് അവരെന്ത് ചെയ്യുന്നു? ഒരു ആണവ കരാറിൽ ഒപ്പിട്ടു, അമേരിക്കയും 7 വൻ ശക്തി രാഷ്ട്രങ്ങളുമായി. ആ കരാർ ഒപ്പിട്ടതിനെക്കുറിച്ച് ട്രംപ് എന്താ പറഞ്ഞാൽ? ആ കരാർ പറ്റില്ല, ആ കരാറിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. അമേരിക്ക പിന്മാറിയതിന് ശേഷം വീണ്ടും അവർക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. ഇതെന്തൊരു കൂത്താണ്! ഒന്ന് ആലോചിച്ച്, ഒരു രാജ്യത്തിനെ കഷ്ടപ്പെടുത്തുന്ന ആലോചിച്ച് നോക്കുക. അതേസമയം ഇറാൻ ആണവായുധം ഉണ്ടാക്കിയിരുന്നെങ്കിലോ? ഇപ്പോൾ ഈ എതിർപ്പിനിടയിൽ ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇറാനിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, അവിടെ ഒരു പ്രൊട്ടസ്റ്റും ഉണ്ടാവില്ലായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉത്തര കൊറിയ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള രാജ്യമാണ്. അവർ കമ്മ്യൂണിസ്റ്റാണെന്ന് അമേരിക്ക ആക്ഷേപിക്കുന്നു. അവിടെ ഏകാധിപത്യ കുടുംബം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ ആണവായുധമുണ്ട്. ഈ ആണവായുധമുള്ള ഉത്തര കൊറിയ എന്നുള്ള ഇറാനേക്കാൾ വളരെ ശക്തി കുറഞ്ഞ രാജ്യമാണ്. ഇറാനുമായി നോക്കുമ്പോൾ വലിപ്പത്തിലും സൈനിക ശക്തിയിലേക്ക് വളരെ ശക്തി കുറഞ്ഞ രാജ്യമാണ് ഉത്തര കൊറിയ. എന്തുകൊണ്ടാണ് അമേരിക്ക ഉത്തര കൊറിയ ആക്രമിക്കാത്തത്? ഉത്തര കൊറിയയിൽ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാകുന്നതാണ്. ഈ പ്രൊട്ടസ്റ്റുകൾക്ക് പിന്നിലും മൊസാദും അമേരിക്കയും ഉണ്ട്, ഒരു തർക്ക കാര്യത്തിലില്ല. ഇത് ഉത്തര കൊറിയയിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്, അവിടെ സാധനമുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പണ്ട് ഉണ്ടായിരുന്നൊരു തമാശയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇറാഖിനെ ആക്രമിക്കുന്നത്? അവിടെ കൂട്ട നശീകരണ ആയുധങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ ഉത്തര കൊറിയ എന്തുകൊണ്ട് ആക്രമിക്കുക? അവിടെ അത് ശരിക്കും ഉണ്ട്, അതുകൊണ്ട് ആക്രമിക്കുന്നില്ല. മറ്റിടത്ത് ഉണ്ടെന്നുള്ള വാദത്തിൽ ആക്രമിക്കുന്നു, അവിടെ അത് ശരിക്കും ഉണ്ട്. അപ്പോൾ ആക്രമിക്കാൻ പോയാൽ പണി തിരിച്ചു കിട്ടും. അപ്പം ഞാൻ പറയും, ഇന്നത്തെ കാലത്ത് ഏതൊരു രാജ്യത്തിൻ്റെ, ഏതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെയും സുരക്ഷയുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് സ്വന്തമായി അണവായുധം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഇന്ത്യക്കുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇസ്രായേലിനുണ്ട്, കണക്കില്ലാത്ത വിധം ഇസ്രായേലിനുണ്ട്, അമേരിക്കയ്ക്കുണ്ട്, റഷ്യയ്ക്കുണ്ട്, ബ്രിട്ടനുണ്ട്. അപ്പോൾ അത്തരം ആണവായുധങ്ങൾ കുറേ രാജ്യങ്ങൾ കൈവശം വയ്ക്കുകയും മറ്റു ചില രാജ്യങ്ങൾക്ക് അതില്ലാതിരിക്കുകയും ചെയ്യുന്നത് ഭൂലോക മണ്ടത്തരമാണ്. സ്വന്തമായി നിലനിൽക്കുക, അവരുടെ സ്വതന്ത്ര പരമാധികാരത്വം നിലനിർത്തുക എന്നുള്ളത് എൻ്റെ ഏറ്റവും കുറഞ്ഞ ഉപാധി എന്ന് പറഞ്ഞാൽ സ്വന്തമായി അണവായുധം ഉണ്ടാവുക എന്നുള്ളതാണ്. അതില്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ഇതുള്ള ആൾക്കാർ കയറിക്കളിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഈ അവിടുത്തെ റെജീം ചേഞ്ച് നടക്കും, അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു തോന്നുന്നില്ല. പക്ഷേ ഈ പ്രശ്നം കുറേ കൂടി രൂക്ഷമായി മുന്നോട്ട് പോകും. കാരണം ഇതിനു മുമ്പ് പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം തങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ ഭരണകൂടം അടിച്ചമർത്തുന്നു, സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ ഭരണകൂടം സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രൊട്ടസ്റ്റേഴ്സ്. ഇതിനു മുമ്പ് ഇതുപോലെ രൂക്ഷമായ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രൊട്ടസ്റ്റേഴ്സ് പറയുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്നാണ്. അതായത് അയത്തുള്ള അലി ഖാംനെയ്ക്ക് മരണ വാറണ്ട് മുഴക്കുകയാണ് പ്രക്ഷോഭകർ. അതിനർത്ഥം അവർ ഈ ഭരണകൂടത്തെ മടുത്തു. അത് മടുക്കാൻ കാരണം ഈ ഭരണകൂടം മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഉപരോധങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇതിൽ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. ഇപ്പോഴുള്ള ഭരണകൂടത്തിന് പകരം
ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഭരണകൂടം വരണമെന്ന് പല പ്രൊട്ടസ്റ്റേഴ്സും ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. അത് ഇനിയും തുടരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഉപരോധം നീളും തോറും അത് തുടരാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ തകർച്ച അനിവാര്യമാണ്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചും ഇപ്പോൾ ഇറാൻ പോലുള്ള പ്രൊട്ടസ്റ്റ്, വെനസ്വേല ഒന്ന് കഴിഞ്ഞു, കാരണം വെനസ്വേല പോലെ തന്നെ ഇറാനിലൊരു പ്രൊട്ടസ്റ്റ് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അമേരിക്കയിൽ കഴിഞ്ഞ ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന ഒരു ഭൂതത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കലും അവരുടെ ആവശ്യമാണ്. അതിൻ്റെ ഒരു പാർട്ടായിരുന്നു വെനസ്വേല, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഷാദ് എങ്ങനെ വിഷയത്തെ കാണുന്നു? എനിക്ക് തോന്നി ഇപ്പം അവിടെ അമേരിക്ക ആഗ്രഹിക്കുന്നത് ആയത്തുള്ള ഖാംനയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് റെജീമിനെ താഴെ ഇറക്കിയിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവരിക, നയതന്ത്രപരമായിട്ടുള്ള അവരുടെ ശക്തി വിപുലമാക്കുക, ഇസ്രായേലിനുള്ള ത്രെട്ട് അവസാനിപ്പിക്കുക, അവിടെയുള്ള ഭീകരമാംവിധമുള്ള എണ്ണ സ്രോതസ്സിനെ അവരുടെ താല്പര്യത്തിനൊപ്പിച്ച് ഉപയോഗപ്പെടുത്തുക എന്നാണ് അമേരിക്ക എക്കാലമായി കാണുന്ന സ്വപ്നം. ആ സ്വപ്നത്തിൻ്റെ അടുത്തേക്ക് അവർ എത്തിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില സംഭവവികാസങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ എന്തുമാത്രം എളുപ്പമാണെന്ന് ചോദിച്ചാൽ അത് കുറച്ച് ടാസ്ക്കാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്ത എന്താണ്? ഖാംനയെ തട്ടാൻ ട്രംപ് പ്ലാനിട്ടിരിക്കുന്നു. ഓൾറെഡി അതിൻ്റെ ഓപ്പറേഷനെല്ലാം ട്രംപിന് മുമ്പിൽ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് ഇനിയിപ്പോൾ ആക്ഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഖാംനയെ ഒന്നിൽ തട്ടിക്കൊണ്ടുപോവുക, കൊന്നുകളയുക എന്ന പരിപാടി ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ത്രെട്ടിനെ ഇറാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് രാജ്യത്ത് ബോംബിടാതിരിക്കുകയും ഖാംനയെ കൊല്ലപ്പെടുകയും ചെയ്താൽ രാജ്യത്തെ ആക്രമിച്ചതായി ഞങ്ങൾ അതിനെ കണക്കാക്കും, പ്രത്യാക്രമണം ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഒരു സംഗതി അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിമ്പിളല്ല. ഒന്നാമത് ഇപ്പോൾ അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പോൾ ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്നൊക്കെ പറയുമ്പോഴും ഈ സമരങ്ങളൊന്നും ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ കുറേ സീസണിൽ ഇത് കണ്ടു. 2019 കണ്ടു, 2021 കണ്ടു, 2025 കാണുന്നു. ഈ സമരങ്ങൾ ഇങ്ങനെ കാണുകയാണ്. അതൊരു കുറേ ദിവസം മുന്നോട്ട് പോകും. ഗവൺമെൻറ് ഭീകരമാംവിധമുള്ള സംഗതികൾ കൊണ്ട് അടിച്ചമർത്തും. ഇപ്പോഴും സംഭവിച്ചിട്ടുള്ള അതാണ്. 5000-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. അത് പല ടോപ്പ് ഏരിയയിലൊക്കെ നിന്നിട്ട് പോലീസ് വെടിവെക്കുകയാണ്, ആൾക്കാരെ കൊല്ലുകയാണ്, പിടിച്ചുകൊണ്ട് പോയി കൊല്ലുകയാണ്. ആശുപത്രി കിടക്കയിൽ നടക്കുക ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആൾക്കാരെ കൊന്നുകളയുന്നു, ചിലർക്കുള്ള വധശിക്ഷ പ്രഖ്യാപിക്കുന്നു. വൻ ഭയപ്പെടുത്തലും ഭയങ്കരമായ ഭീകരമായ അടിച്ചമർത്തുകയാണ്. അടിച്ചമർത്താൻ പറ്റും വെച്ചാൽ അങ്ങനെയാണ് ഏകാധിപത്യ ഭരണകൂടങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഏകാധിപത്യ ഭരണകൂടങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഉത്തര കൊറിയയിലും ചൈനയിലും ഒക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ മൂവ്മെൻറ്റുകളെ അവർ ഇല്ലാതാക്കിയിട്ടുള്ളത്. അതിൻ്റെ ബേസിക് പ്രശ്നം അത് വിജയിക്കാത്തതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അപ്പുറത്തൊരു ആൾക്കൂട്ടം മാത്രമാണ്. അവരെല്ലാവരും കൂടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡിക്റ്റേറ്റർ മരിക്കണം എന്ന്, അല്ലെങ്കിൽ ചാവണം, ഇവിടെ ഡെമോക്രാറ്റിക് ഭരണകൂടം വരണം, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നതല്ലാതെ അതിനൊരു പ്രതിപക്ഷ രൂപമൊന്നുമില്ല, അതിനൊരു ലീഡറും ഇല്ല. ഒരു പ്രതിപക്ഷം, ഒരു ലീഡർ ഉണ്ടാവുക, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വലിയ തോതിൽ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഭരണകൂടത്തിനകത്തുനിന്നുള്ള ആളുകളും അതിൻ്റെ ഭാഗമാവുക, പട്ടാളത്തിലെ ഒരു ഭാഗം അതിൻ്റെ ഭാഗമാവുക, അല്ലെങ്കിൽ ഭരണകൂടത്തിൽ അതിൽ ഒറ്റുകാരുണ്ടാവുക. അങ്ങനെയാണ് ഒരു റെജീം വീഴുക. അതിവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ എന്ന് വെച്ചാൽ അവരുടെ ഭരണകൂടം സ്ട്രോങ് ആണ്. പട്ടാളം ഒരു വശത്ത്, IRGC എന്ന് പറഞ്ഞ ഈ പറഞ്ഞ റിലീജിയസ് സേനയുണ്ട്, ഖാംനയുടെ സ്വന്തം പട്ടാളം, അത് വളരെ ശക്തമായിട്ട് ഒരു വശത്ത് അവിടെ നിൽക്കുകയാണ്. ഇപ്പുറത്തെ ആൾക്കൂട്ടം ബഹളം വയ്ക്കുന്നു, ആൾക്കൂട്ടത്തെ പട്ടാളം വെടിവെച്ച് കൊല്ലുകയോ ഭയപ്പെടുത്തുകയോ ആൾ മരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ പേടിച്ച് ഇവർ പിൻവാങ്ങുന്നു. അപ്പോൾ അതൊരു വലിയ തോതിലുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റായി ഉയർന്നു വരികയും അതൊരു നായകൻ ഉണ്ടാവുകയും ആ മൂവ്മെൻറ്റിനൊരു പ്രത്യയശാസ്ത്രവും വളരെ കോൺക്രീറ്റായ മുദ്രാവാക്യം എന്ന സംഗതി അവിടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് അതിൻ്റെ ഗുണമാണ് ഇറാൻ അഡ്മിനിസ്ട്രേഷൻ അനുഭവിക്കുന്നത്. ഇപ്പം അമേരിക്ക നേരിടുന്ന പ്രശ്നവും അതാണ്. അവിടെ ഖാംനയെ തട്ടിക്കളഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു സങ്കീർണാവസ്ഥ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വന്ന് ഏറ്റെടുക്കും? അല്ലെ പിന്നെ ഇപ്പം മധുര എടുത്തുകൊണ്ട് പോയിട്ട് നേരിട്ട് അമേരിക്ക റൂൾ ചെയ്യുന്ന പോലെ പച്ചയ്യാൻ പറ്റണം. അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം അവിടെ ഒരു പട്ടാളമുണ്ട്. ആ പട്ടാളം എന്ന് വെച്ചാൽ റിലീജിയസ് പട്ടാളമുണ്ട്, മറ്റേ പട്ടാളമുണ്ട്. അവിടെ പോയി ചുമ്മാ ഖാംനയെ തട്ടി ഇനി ഞങ്ങൾ ഭരിക്കുന്നതെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അവിടെ അതിന് കൗണ്ടർ പരിപാടി ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അവിടെ വലിയ പട്ടാളമാണ്. വലിയ പട്ടാളം എന്ന് വെച്ചാൽ അവരിൽ ഒരുപാട് മാരകായുധമുണ്ട്. അണുബോംബേ ഇല്ലാത്തുള്ളൂ, ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെടുത്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇടും. അത് സൗദി അറേബ്യയിലിടും, അവർ UAE-യിലിടും, അവർ ഖത്തറിലിടും, അവർ ബഹ്റൈനിലിടും. അവിടെയൊക്കെ അമേരിക്കയുടെ ബേസുണ്ട്. അമേരിക്കയുടെ ബേസിലെ 3 വിമാനം പോകുക പട്ടാളക്കാരിയാവുന്നവർ അമേരിക്കയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ പങ്കാളികളാണ്. അവിടെ ബോംബ് വീണാൽ അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവും, നയതന്ത്രപരമായ നഷ്ടം ഉണ്ടാവും, സാമ്പത്തികമായ നഷ്ടം ഉണ്ടാവും, ട്രംപിന് വ്യക്തിപരമായ കച്ചവട നഷ്ടമൊക്കെ ഉണ്ടാവും. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് മധുര എടുത്തുകൊണ്ട് പോയിട്ട് സ്മൂത്തായി വെനസ്വേല പിടിച്ചതുപോലെ ഖാംനയെ തട്ടിയിട്ട് സ്മൂത്തായി പിടിക്കാൻ പറ്റില്ല. അല്ലെ ഖാംനയെ തട്ടിക്കഴിഞ്ഞാൽ അധികാരമേൽക്കാൻ തക്കവണ്ണത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവണം, അതവിടെ ഇല്ല. അപ്പോൾ നേരിട്ട് കുറച്ച് നാൾ റൺ ചെയ്യേണ്ടി വരും. നേരിട്ട് റൺ ചെയ്യണമെങ്കിൽ അവിടെ കരയിൽ ചെന്ന് ഇറങ്ങേണ്ടി വരും, മറീൻസ്. ആ ഒരു ആൾക്കാർ വെടിവെക്കും. ആ പ്രശ്നം അവിടെ ഉള്ളതുകൊണ്ട് അമേരിക്ക പലവട്ടം ആലോചിക്കുകയും ചെയ്യുന്നുണ്ടാകും. ഒന്ന് ബേസുകൾ ആക്രമിക്കപ്പെടാം, സഖ്യരാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെടാം, സ്വന്തമായിട്ട് പോയി പട്ടാളക്കാരെ കുരുതി കൊടുക്കേണ്ടി വരും. ആ ഏർപ്പാടിന് നിൽക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 2, നമ്മൾ നേരത്തെ പറഞ്ഞു, ലോകത്താകമാനം ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഇറാനെ പറ്റും. കാരണം ഖാംനയെ കൊല്ലപ്പെടുക വെച്ചാൽ 79 ഇസ്ലാമിക വിപ്ലവം അവസാനിക്കുന്നു അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ അന്തിമമായ പോരാട്ടത്തിന് എനിക്ക് ഇറങ്ങുക. കാരണം ഇപ്പോൾ തോറ്റുപോയപ്പോൾ ഞങ്ങളില്ല, പിന്നെ ഷാ വന്ന് ഭരിക്കും, പിന്നെ ഇറാൻ മൊത്തം കൊണ്ടുപോകും, അമേരിക്ക ഊറ്റിക്കൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇറാൻ അന്തിമമായ പോരാട്ടത്തിന് ഇറങ്ങും. അവർ എന്ത് തരത്തിലുള്ള കടന്നുകയും ചെയ്യും.
അവർ ഈ പറഞ്ഞ ഹോർമുസ് കടലെടുക്കുക, അവിടെ കൊണ്ടുപോയി തടഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എണ്ണ, ലോകത്താകമാനമുള്ള എണ്ണയുടെ മൂവ്മെൻറ്റ് 20 to 30% വഴിയാണ്. അത് നിന്ന് കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒന്ന് കിടുങ്ങും, മൊത്തം ഒരു റിസഷനിലേക്ക് പോകും. അത് അമേരിക്കയ്ക്ക് അറിയാം. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ആൾക്കാർ ഞങ്ങൾക്ക് ജീവിക്കാൻ ദുരിതമാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സമരം ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് അമേരിക്കയുടെ അടക്കമുള്ള ഉപരോധങ്ങളൊരു കാരണമാണ്. രണ്ടുള്ള പൈസ മുഴുവൻ എടുത്ത് ഈ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ട് പ്രോക്സീസിന് ഭയങ്കരമായിട്ട് ചിലവാക്കുന്നുണ്ട്. സിറിയയിലെ ലോകങ്ങളുടെ ഏറ്റവും ഭീകരനായ ഭരണാധികാരികളായിട്ടുള്ള അസദിനെ അവിടെ നിലനിർത്താൻ വേണ്ടി കോടാനുകോടി ഡോളർ അവിടെ കൊണ്ട് ഇറാൻ ചിലവാക്കിയിട്ടുണ്ട്. ഒരു കാര്യമുള്ളതല്ല. ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. മനുഷ്യൻ ഈ പറഞ്ഞ പണപ്പെരുപ്പം കൊണ്ട് നിവൃത്തിയില്ലാതിരിക്കെ അയാൾ നമ്മുടെ ഷിയാണ് ഒറ്റ കാരണമുണ്ട്, വേറെ ഒരു കാരണമില്ല. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ അവിടെ ഈ ഖാംനെയി ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ട്. അത് മനസ്സിലാക്കിയിട്ടുള്ള ജനമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള പേരിലുള്ള സമരമാണ്. ആ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക കൊണ്ട് തലയ്ക്ക് മണിക്കൂർ ബോംബിട്ടാലോ? ജീവനാണല്ലോ പ്രധാനം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിന് അനുകൂലമായിട്ടൊരു വികാരം ഉണ്ടാവുകയും അവിടുത്തെ റെജീമിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. സോ എനിക്ക് തോന്നുന്നു ഭയങ്കര സങ്കീർണമായൊരു സിറ്റുവേഷനിലാണ് അമേരിക്ക ഉള്ളത്. അത് എടുത്തു ചാടാൻ പറ്റാത്ത അവസ്ഥ. ഇറാനാവട്ടെ അവിടുത്തെ പ്രശ്നങ്ങളായിട്ട് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സമരം അവർ അവസാനിപ്പിച്ചു. അതിനിയും വന്നേക്കാം, അടുത്ത ഘട്ടത്തിൽ വീണ്ടും വരും. ഈ ത്രെട്ട് ഇറാൻ ഭരണകൂടത്തിന് മുമ്പിലുണ്ട്. കാരണം ഇറാൻ ഭരണകൂടം ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരുടെ മുമ്പിൽ 79-ലെ വിപ്ലവത്തിൻ്റെ കഥയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇറാഖ് വാറിൽ നമ്മൾ എടുത്തിട്ടുള്ള രാജ്യസ്നേഹപരമായിട്ടുള്ള ദേശസ്നേഹ പ്രചോദിതമായ വികാരത്തിൻ്റെ തള്ളലും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കണമെങ്കിൽ ആ ഉള്ള പൈസ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ വ്യത്യസ്തമായി ചിലവാക്കി മനുഷ്യന്മാരുടെ നിലവാരം ഉയർത്തണം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ എല്ലാം ശത്രു, ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പറഞ്ഞല്ലോ, അതെല്ലാം വലതുപക്ഷ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിരിക്കുന്നവർ പറ്റില്ല. അകത്തെടുക്കേണ്ട പണി അകത്തെടുക്കണം. അപ്പോൾ ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള അകലം അവിടെ ഉള്ളതുകൊണ്ട് ഇനിയും അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. അത് അവർ സെറ്റിൽ ചെയ്യണമെന്നാണ് ആദ്യം ചെയ്യേണ്ടത്. സെറ്റിൽ ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല, മൊത്തം ഉപരോധമാണ് അവർക്കെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അമേരിക്ക അവിടെ ഇടപെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ഇറാൻ അങ്ങനെ ഒരു ചെറിയ ഒരു രാജ്യമൊന്നുമല്ല, അവരുടെ ഈ പറഞ്ഞ പൊട്ടാസൊക്കെ ഉണ്ട്. സോ ഇനിയും അതിൻ്റെ ഒരു അനിശ്ചിതത്വം തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. അതെ, കണ്ടറിയണം നാളെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം.